എല്ലാവർക്കും സുനൂസ് ബയോസ് വീഡിയോയിലേക്ക് സ്വാഗതം. 2021 +2 ബയോളജിയുടെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇവിടെ നടത്തുന്നത്. പ്രത്യേകിച്ചും ഈ വീഡിയോയിൽ സുവോളജി പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ സ്കോർ ഓഫ് ബയോളജി ഈസ് 60, ഫോർ ബോട്ടണി 30 ആൻഡ് സുവോളജി 30 സ്കോർ. ജനറൽ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് സേ എക്സാം നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് ആകെ 31 ക്വസ്റ്റ്യൻസാണ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതിയാൽ മതി. ആകെ 60 മാർക്കിൻ്റെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനുള്ള അവസരം ലഭിക്കുന്നു. ആദ്യം നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈച്ച് ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 7 ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 സ്കോർ വീതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. BAC ഡാഷ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ആൻസർ ഫോർ BAC ഈസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫ്രീ ലിവിംഗ് ഫംഗസ് യൂസ്ഡ് ആസ് ആൻ ഇഫക്റ്റീവ് ബയോകൺട്രോൾ ഏജൻറ്റ് ഓഫ് സെവറൽ പ്ലാന്റ് പാത്തജൻ. വിവിധ സസ്യരോഗകാരികളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ഫംഗസിൻ്റെ പേരെഴുതുക. ആൻസർ ഈസ് ട്രൈക്കോഡെർമ. ക്വസ്റ്റ്യൻ നമ്പർ 3, എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ്. A. MMR. B. IMR. ചുവടെ നൽകിയിരിക്കുന്നവയുടെ പൂർണ്ണരൂപം എഴുതുക. MMR, IMR. MMR ഈസ് maternal mortality rate. IMR is infant mortality rate. Question number 4, identify the odd one. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. HPL, ആൻഡ്രോജൻസ്, റിലാക്സിൻ, HCG. ഇതിൽ തന്നിരിക്കുന്നതിൽ ആൻഡ്രോജൻ ഈസ് ദി മെയിൽ ഹോർമോൺ. ഇറ്റ് ഈസ് ദ ഓഡ് വൺ. സോ ആൻസർ ഈസ് ആൻഡ്രോജൻസ്. Question 5, biogas is a mixture of gases produced by the microbial activity and used as a fuel. Mention the name of bacteria used for production of biogas. ഇന്ധനമായി ഉപയോഗിക്കുന്ന ബയോഗ്യാസ് വിവിധ വാതകങ്ങളുടെ മിശ്രിതമാണ്. ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ബാക്ടീരിയത്തിൻ്റെ പേരെഴുതുക. ആൻസർ ഈസ് മെത്തനോജൻസ് ഓർ മെത്തനോബാക്ടീരിയം. Question number 6, identify the relationship and fill the blank. പരസ്പര ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഹോമോലോഗസ് ഓർഗൻസ്, ഡൈവേർജൻറ്റ് എവല്യൂഷൻ. ഡാഷ് കൺവേർജൻറ്റ് എവല്യൂഷൻ. വി ഹാവ് ടു ഫിൽ ദ ആൻസർ അനലോഗസ് ഓർഗൻസ്. അനലോഗസ് ഓർഗൻസ് ലീഡ്സ് ടു കൺവേർജൻറ്റ് എവല്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്നത് ഹോമോലോഗസ് ഓർഗൻസ് ലീഡ്സ് ടു ഡൈവേർജൻറ്റ് എവല്യൂഷൻ എന്നാണ്. സോ വി ഹാവ് ടു ഫിൽ അനലോഗസ് ഓർഗൻസ് ലീഡ്സ് ടു കൺവേർജൻറ്റ് എവല്യൂഷൻ. സോ ദ ആൻസർ ഈസ് അനലോഗസ് ഓർഗൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഐഡൻറ്റിഫൈ ദ സിംബൽസ് യൂസ്ഡ് ഇൻ പെഡിഗ്രി അനാലിസിസ്. വംശാവലി അപഗ്രഥനത്തിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്ന പ്രതീകങ്ങളെ തിരിച്ചറിയുക. 2 പ്രതീകങ്ങളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, A ഈസ് മെയിൽ, B ഈസ് മേറ്റിംഗ് ഓർ മാരേജ്. ഇതിലെ ഫസ്റ്റ് സിമ്പിൾ A ഈസ് സ്ക്വയർ, ദാറ്റ് ഓൾസോ ബ്ലാങ്ക് സ്ക്വയർ, അത് മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. B ഈസ് സ്ക്വയർ കണക്റ്റിംഗ് വിത്ത് സർക്കിൾ, സർക്കിൾ റെപ്രസെൻറ്റ്സ് ഫീമെയിൽ. സോ ആൻസർ ഫോർ A ഈസ് മെയിൽ, B ഈസ് മേറ്റിംഗ് ഓർ മാരേജ്. ഇനി 2 മാർക്ക് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ഈച്ച് ക്വസ്റ്റ്യൻ ഫ്രം 8 to 26 ക്യാരീസ് 2 സ്കോർസ്. 8 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 സ്കോർ വീതം. 8th ക്വസ്റ്റ്യൻ, ഡിസീസസ് ഓർ ഇൻഫെക്ഷൻസ് which are transmitted through sexual intercourse are called sexually transmitted diseases or STDs. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ലൈംഗിക രോഗങ്ങൾ. A. Give any 2 examples for STDs. ലൈംഗിക രോഗങ്ങൾക്ക് 2 ഉദാഹരണം എഴുതുക. B.
റൈറ്റ് എനി 2 പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു അവോയ്ഡ് STDs. ലൈംഗിക രോഗങ്ങൾ തടയുന്നതിനുള്ള 2 മാർഗങ്ങൾ ഏതെല്ലാം? ഇതിൽ ക്വസ്റ്റ്യൻ എ നോക്കാം. ഗിവ് എനി 2 എക്സാമ്പിൾസ് ഫോർ STDs. ഗോണോറിയ, സിഫിലിസ്, ജെനിറ്റൽ ഹെർപ്പിസ്, ക്ലമീഡിയാസിസ്, ജെനിറ്റൽ വാട്ട്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, HIV, AIDS. ഇവയിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ 1 സ്കോർ കിട്ടുന്നതാണ്. അടുത്തത് എനി 2 പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു അവോയ്ഡ് STDs ആണ്. ഫസ്റ്റ് വൺ, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ഓൾവേസ് യൂസ് condoms during coitus. One should go to a qualified doctor for early detection and get complete treatment if diagnosed with disease. ഇതിൽ ഏതെങ്കിലും 2 മെഷേഴ്സ് എഴുതിയാൽ 1 സ്കോർ. ടോട്ടൽ സ്കോർ 2. Question number 9. Identify the 2 types of cells lined on the inside of seminiferous tubule. Distinguish their functions. സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ കാണപ്പെടുന്ന 2 തരം കോശങ്ങൾ ഏതെല്ലാം? അവയുടെ ധർമ്മം എഴുതുക. ഫസ്റ്റ് സെൽ ഈസ് മെയിൽ ജേം സെൽ ഓർ സ്പെർമാറ്റോഗോണിയ ഓർ സ്പെർമാറ്റോജെനിക് സെൽസ്. They undergo meiotic division leading to sperm formation. Second one is Sertoli cells. They provide nutrition to germ cells. Question number 10. Biodiversity can be described at 3 levels of biological organization. ജൈവ വൈവിധ്യത്തെ 3 തലങ്ങളിലായി വിശദീകരിക്കാറുണ്ട്. എ. മെൻഷൻ 3 ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യത്തിൻ്റെ ഈ 3 തലങ്ങൾ ഏതെല്ലാം? ഹൂ പോപ്പുലറൈസ്ഡ് ദ ടേം ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം എന്ന വാക്ക് ജനകീയമാക്കിയ ശാസ്ത്രജ്ഞൻ്റെ പേരെഴുതുക. ആൻസർ ഫോർ എ. 3 ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആർ ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി and ecological diversity. It is also called ecosystem diversity. ഇനി ബി പാർട്ടിലേക്ക് പോകാം. The term biodiversity was popularized by Edward Wilson. Next we are going to question number 11. Mention 2 programs implemented in India to attain total reproductive health. പ്രജനന ആരോഗ്യത്തിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ 2 പദ്ധതികളുടെ പേരെഴുതുക. First one, Reproductive and Child Health Care Program or RCH program. Second one, Family Planning Program in 1951. Question number 12. Observe the diagram of Lacoperon. താഴെ കാണിച്ചിരിക്കുന്ന ലാക്കോപ്രോണിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. A. Write the name of enzymes labeled as A, B and C. ABC എന്ന് അടയാളപ്പെടുത്തിയ എൻസൈമുകളുടെ പേരെഴുതുക. ബി. വിച്ച് ആക്ട്സ് ആസ് ദ ഇൻഡ്യൂസർ ഇൻ ലാക്കോപ്രോൺ. ലാക്കോപ്രോണിൽ പ്രേരക തന്മാത്രയായി ഇൻഡ്യൂസറായി വർത്തിക്കുന്നത് എന്ത്? ലാക്കോപ്രോണിൻ്റെ പിക്ചർ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇതിൽ ABC എന്നിങ്ങനെ ലേബൽ ചെയ്തിട്ടുള്ളത് 3 എൻസൈമുകളുടെ പേരുകളാണ്. ഫസ്റ്റ് വൺ എ എന്നുള്ളത് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമാണ്. ബി എന്നുള്ളത് പെർമിയേസ് എൻസൈമാണ്. സി ട്രാൻസ് അസെറ്റ്ലേസ്. സോ ആൻസർ ഫോർ എ ഈസ് ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസെറ്റ്ലേസ്. എ, ബി, സി എന്നീ ഓർഡറുകളിൽ. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു പാർട്ട് ബി. വിച്ച് ആക്ട്സ് ആസ് ദ ഇൻഡ്യൂസർ ഇൻ ലാക്കോപ്രോൺ. ഇൻ ലാക്കോപ്രോൺ the inducer is lactose. ലാക്ടോസിന് പകരം അല്ലോ ലാക്ടോസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. There are 2 columns A and B. A കോളം നോക്കാം. ഫസ്റ്റ് വൺ ട്രൈക്കോഡെർമ പോളിസ്പോറം, സെക്കൻഡ് വൺ മൊണാസ്കസ് പർപ്യൂരിയസ്, തേർഡ് വൺ സ്ട്രെപ്റ്റോകോക്കസ്, ഫോർത്ത് വൺ സെക്കാറോമൈസസ് സെർവിസിയെ. ബി കോളത്തിൽ തന്നിരിക്കുന്നത് സ്ട്രെപ്റ്റോകൈനേസ്, എത്തനോൾ, സൈക്ലോസ്പോറിൻ, സ്റ്റാറ്റിൻസ് എന്നിങ്ങനെയുള്ള മൈക്രോബിയൽ ബൈ പ്രോഡക്ട്സ് ആണ്. മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എ കോളം അതേപടി എടുത്തെഴുതുക. അതിനുശേഷം ബി കോളം നോക്കി മാച്ച് ചെയ്യുന്നത് സ്യൂട്ടബിളായിട്ടുള്ള വേർഡ്സ് എടുത്തെഴുതുക. സോ ഫസ്റ്റ് വൺ ട്രൈക്കോഡെർമ പോളിസ്പോറം, സി സൈക്ലോസ്പോറിൻ,
Second one, Monascus purpureus. D, statins. Third one, Streptococcus. A, streptokinase. Fourth one, Saccharomyces cerevisiae. B, ethanol. ഓരോന്നിനും ഹാഫ് മാർക്ക് വെച്ച് ടോട്ടൽ 2 scores. Question number 14. How many spermatozoa and ova are produced from 25 primary spermatocyte and 25 primary oocyte respectively? 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, 25 പ്രൈമറി ഊസൈറ്റ് എന്നിവയിൽ നിന്നും യഥാക്രമം എത്ര വീതം പുംബീജങ്ങളും അണ്ഡവും ഉണ്ടാകും? ആൻസർ: 100 sperms or spermatozoa and 25 ova or eggs. 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 100 സ്പേംസ് ഉണ്ടാകും. 25 പ്രൈമറി ഊസൈറ്റിൽ നിന്ന് 25 ഓവ ഉണ്ടാകും. കാരണം എന്താണ്? ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേംസ് അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ ഉണ്ടാകും. അതായത് 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് അപ്പോൾ 25 × 4 100 സ്പെർമാറ്റോസോവ ഉണ്ടാകും. എന്നാൽ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് ഒരു ഓവ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് 25 പ്രൈമറി ഊസൈറ്റിൽ നിന്ന് 25 ഓവ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. Question number 15. Innate immunity is characterized by providing different types of barriers. Name the 4 types of barriers of innate immunity. വിവിധ തരം പ്രതിബന്ധങ്ങൾ സ്വതസിദ്ധമായ പ്രതിരോധശേഷിയുടെ, അതായത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണ്. സ്വതസിദ്ധമായ പ്രതിരോധശേഷിയുടെ ഈ 4 തരം പ്രതിബന്ധങ്ങൾ ഏതെല്ലാം? ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ബാരിയേഴ്സ്. എക്സാമ്പിൾ, സ്കിൻ, മ്യൂക്കസ് കോട്ടിംഗ്. സെക്കൻഡ് വൺ, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഓർ ആസിഡ് ഇൻ ദ സ്റ്റൊമക്, സലൈവ ഇൻ ദ മൗത്ത്, ടിയേഴ്സ് ഫ്രം ദ ഐസ്, hydrochloric acid inside the stomach, lysozyme from the tears, etc. Third one, cellular barriers. Example, leukocytes or WBC, PMNL, polymorphonuclear lymphocytes or monocytes or natural killer or macrophages or phagocytes or lymphocytes. ഇതിൽ ഏതെങ്കിലും വേർഡ് എഴുതിയാൽ മതി. ഫോർത്ത് വൺ, സൈറ്റോകൈൻ ബാരിയേഴ്സ്. എക്സാമ്പിൾ, ഇൻ്റർഫെറോൺസ്. ഇങ്ങനെ 4 തരം ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എഴുതുകയാണെങ്കിൽ 2 മാർക്ക് ലഭിക്കും. TH Morgan selected Drosophila melanogaster as a suitable experimental organism. Mention any 2 reasons for selecting Drosophila as experimental organism. TH Morgan Drosophila melanogaster എന്ന പഴയീച്ചയെ പരീക്ഷണ ജീവിയായി തിരഞ്ഞെടുക്കാനുള്ള 2 കാരണങ്ങൾ എഴുതുക. TH Morgan selected Drosophila melanogaster as experimental material because it can be grown in simple synthetic medium. Second reason, it has short lifespan. Third reason, a single mating produces large number of progeny. Fourth reason, a clear differentiation of the sexes can be seen in Drosophila. Fifth reason, many types of hereditary variations that can be seen with a low power microscope. ഇതിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതിയാൽ 2 സ്കോർ ലഭിക്കുന്നതാണ്. Question number 17. World Health Organization has started a number of programs to prevent the spreading of HIV infection. Mention any 4 preventive measures against HIV infection. ലോകാരോഗ്യ സംഘടന HIV രോഗവ്യാപനം തടയുന്നതിനായി വിവിധങ്ങളായ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. HIV രോഗവ്യാപനം തടയുന്നതിനായുള്ള 4 പ്രതിരോധ മാർഗങ്ങൾ എഴുതുക. ആൻസർ നോക്കാം. മേക്കിംഗ് ബ്ലഡ് ഓർ ബ്ലഡ് ബാങ്ക് സേഫ് ഫ്രം HIV. സെക്കൻഡ് പോയിന്റ്, ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. തേർഡ് പോയിന്റ്, എൻഷുറിംഗ് ദ യൂസ് ഓഫ് ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്. ഫോർത്ത് പോയിന്റ്, കൺട്രോളിംഗ് ഡ്രഗ് അബ്യൂസ്. ഫിഫ്ത്ത് പോയിന്റ്, advocating safe sex. Sixth point, promoting regular checkups for HIV in susceptible populations. Out of this, any 4 relevant response carry full mark. 4 പോയിന്റ് എഴുതിയാൽ മതി. Question number 18. The original seed-eating finches in Galapagos Island evolved into
many other forms with altered beaks. Identify the evolutionary phenomenon and define it. ഗാലപ്പാഗോസ് ദ്വീപിലെ വിത്ത് മാത്രം ആഹരിക്കുന്ന കുരുവികളിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ച ചുണ്ടുകളോട് കൂടിയ വിവിധ തരം കുരുവികൾ പരിണമിച്ചു വന്നു. ഈ പരിണാമ പ്രതിഭാസം ഏതാണ്? നിർവചിക്കുക. The answer for evolutionary phenomenon is adaptive radiation or divergent evolution. Now we can go to definition. Process of evolution of different species in a given geographical area starting from a point and literally radiating to other areas of geography or habitats is called adaptive radiation. Any meaningful definition will get the mark. Question number 19. Observe the diagram below. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. A. Identify the type of RNA molecule. ചിത്രത്തിലെ RNA തന്മാത്രയുടെ പേരെഴുതുക. B. Write the base sequences complementary to anticodon loop. ചിത്രത്തിലെ RNAയുടെ ആൻറ്റികോഡോൺ ലൂപ്പിലെ ബേസുകൾക്ക് അനുപൂരകമായ ബേസുകൾ എഴുതുക. Answer for A is tRNA or transfer RNA. Answer for B, the base sequences complementary to anticodon loop. Here anticodon loop is UCA. So the complementary base sequence is AGU. Question number 20. Mention the two conservation approaches to protect our biodiversity. Give one example for each conservative approach. നമ്മുടെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനായി അവലംബിക്കുന്ന 2 രീതികൾ എഴുതുക. ഓരോ ഉദാഹരണങ്ങളും എഴുതുക. Answer is, there are 2 conservation methods. First one is in situ conservation or on-site conservation. Second one is ex situ conservation or off-site conservation. First one, in situ conservation. Biodiversity hotspots, biosphere reserves, national parks, sanctuaries, sacred groves, etc. included under this. Ex situ conservation includes zoological parks, botanical garden, wildlife safari parks, cryopreservation methods, seed bank, pollen bank, tissue culture, etc. Question number 21. Distinguish between spermiogenesis and spermiation. Spermiogenesis, spermiation എന്നിവ എന്താണെന്ന് എഴുതുക. Spermiogenesis is the process of transformation of spermatid into spermatozoa. സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേമായി മാറുന്ന പ്രക്രിയയാണ് സ്പെർമിയോജനസിസ്. എന്നാൽ സ്പെർമിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് സ്പേം ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും സ്പേം റിലീസ് ചെയ്യുന്ന പ്രക്രിയയാണ് സ്പെർമിയേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. കൺസിഡർ ദ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ഹീമോഫീലിയ ഡിസോർഡർ. ഹീമോഫീലിയ എന്ന രോഗത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. 1. ഇറ്റ് ഈസ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ് ഡൊമിനൻ്റ് ഡിസീസ്. ഹീമോഫീലിയ ഒരു ഓട്ടോസോം ലിങ്ക്ഡ് ഡൊമിനൻ്റ് ഡിസീസാണ്. സെക്കൻഡ് വൺ, ദ ഹെട്രോസൈഗസ് ഫീമെയിൽ ഓർ കാരിയർ ഫോർ ഹീമോഫീലിയ മേ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺ. ഹെട്രോസൈഗസ് ഫീമെയിൽ രോഗവാഹകരായി വർത്തിക്കുകയും അടുത്ത തലമുറയിലെ ആൺ സന്തതിയിൽ രോഗം ഉണ്ടാക്കുകയും ചെയ്യാം. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കറക്റ്റ് ഇറ്റ്. ഈ പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരിച്ചറിഞ്ഞ് തിരുത്തി എഴുതുക. ഇതിൽ 2 സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇറ്റ് ഈസ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് ഡൊമിനൻ്റ് ഡിസീസ് എന്നുള്ളത് തെറ്റാണ്. ആൻഡ് വി ഹാവ് ടു കറക്റ്റ് ഇറ്റ്. ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ഓർ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. അതാണ് കറക്റ്റായത്. ഹീമോഫീലിയ ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. ക്വസ്റ്റ്യൻ നമ്പർ 23. Which is the causative organism of malaria disease? Name the 2 hosts required for the malarial parasite to complete its life cycle. മലമ്പനിയുടെ രോഗകാരി ഏത്? മലമ്പനിയുടെ പരാതത്തിന്
ജീവിതചക്രം പൂർത്തിയാക്കുന്നതിനായുള്ള 2 ആതിഥേയരുടെ പേരെഴുതുക. ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഭാഗം നോക്കാം. വിച്ച് ഈസ് ദ കോസറ്റീവ് ഓർഗാനിസം ഓഫ് മലേറിയ? ആൻസർ ഈസ് പ്ലാസ്മോഡിയം, എ പ്രോട്ടോസോവൻ. പ്ലാസ്മോഡിയം ഈസ് എ പ്രോട്ടോസോവൻ വിച്ച് കോസസ് മലേറിയ. രണ്ടാമത്തെ ഭാഗം നോക്കാം. നെയിം ദ 2 hosts required for the malarial parasite to complete its life cycle. Mosquito and man. Female Anopheles mosquito and man. Question number 24. Fill in the blanks with the suitable terms given in bracket. ഉചിതമായ പദങ്ങൾ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. പ്രൊജസ്ട്രോൺ, മൾട്ടിലോഡ് 375, വോൾസ്, പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, ട്യൂബക്ടമി, സഹേലി എന്നിവയാണ് തന്നിരിക്കുന്ന ടേംസ്. There are 4 columns in the table. ഫസ്റ്റ് കോളം നോക്കൂ. ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡിൽ ഫസ്റ്റ് കോളം കോണ്ടം തന്നിട്ടുണ്ട്. സെക്കൻഡ് കോളം we have to fill. It is given as A. Answer is volt. അടുത്ത കോളത്തിലേക്ക് പോകാം. കോപ്പർ റിലീസിംഗ് IUDs. It is labeled as B. B is multi-load 375 and copper T. Third column, natural methods. Coitus interruptus given and C. Periodic abstinence we have to fill. Fourth column, surgical methods. D is tubectomy. Vasectomy given. ഒരിക്കൽ കൂടി ആൻസർ പറയാം. A. Bolts. B. Multiload 375. C. Periodic abstinence. D. Tubectomy. Question number 25. A monohybrid cross is given below. ഒരു മോണോഹൈബ്രിഡ് ക്രോസ് ചുവടെ നൽകിയിരിക്കുന്നു. പാരൻറ്റ് ടോൾ ഇൻറ്റു ഡ്വാർഫ്. Capital T is crossing with small t. Gametes are capital T and small t. F1 is capital T, small t. Find the F2 phenotype and genotype ratio. F2 തലമുറയിലെ ജീനോടൈപ്പും ഫീനോടൈപ്പ് അനുപാതവും കണ്ടെത്തി എഴുതുക. Now look at the answer. F1 generation is crossing with F1 generation. That is, tall is crossing with the tall plant. Both parents are capital T, small t. So F2 generation will come as 1 capital T, 2 capital T, small t, and 1 small t. Or by drawing Punnett square, we can say phenotypic ratio will be 3:1, that is 3 tall is to 1 dwarf, and genotypic ratio will be 1:2:1, that is 1 capital T, 2 capital T, small t, and 1 small t. So remember, by selfing of F1 we will get F2 generation, and phenotypic ratio of F2 generation is 3 tall is to 1 dwarf, and genotypic ratio is 1 capital T, 2 capital T, small t, and 1 small t. Or in short, phenotypic ratio is 3:1, genotypic ratio is 1:2:1. Question number 26. The wall of uterus has 3 layers of tissues. A. Name the 3 layers of uterine wall. B. Among these 3 layers, which layer is glandular and undergo cyclic changes during menstrual cycle? ഗർഭാശയം 3 പാളികളാൽ നിർമ്മിതമാണ്. എ. ഗർഭാശയത്തിൻ്റെ 3 പാളികളുടെ പേരെഴുതുക. ബി. ഗ്രന്ഥികൾ നിറഞ്ഞതും ആർത്തവ ചക്രത്തിൽ ചാക്രിക മാറ്റങ്ങൾ സംഭവിക്കുന്നതുമായ ഗർഭാശയ പാളി ഏതാണ്? The 3 layers of uterine wall are outer perimetrium, middle myometrium, and inner endometrium. Perimetrium, myometrium, endometrium. Second question. Which layer is glandular and undergoes cyclical changes during menstrual cycle? Endometrium is the answer. Endometrium undergoes cyclical changes during menstrual cycle. Remember, inner wall endometrium undergoes cyclical changes and it is glandular. So the answer is endometrium. Next 3 mark questions.
Each question from 27 to 31 carries 3 scores. 27 മുതൽ 31 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 സ്കോർ വീതം. Question number 27. A. Define Hardy-Weinberg principle. Hardy-Weinberg തത്വം നിർവചിക്കുക. B. Mention any 4 factors that affect Hardy-Weinberg equilibrium. Hardy-Weinberg സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന 4 ഘടകങ്ങൾ ഏതെല്ലാം? Answer for A, that is, Hardy-Weinberg principle is allele frequencies in a population are stable and is constant from generation to generation. Or any meaningful definition can be written. Hardy-Weinberg equation is p square plus 2pq plus q square equal to 1. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ ഹാഫ് സ്കോർ. B. Factors that affect Hardy-Weinberg equilibrium are gene migration or gene flow, genetic drift, mutation, genetic recombination, and natural selection. Any 4 carries 2 scores. Question number 28. Distinguish male heterogamity and female heterogamity with example. Male heterogamity, female heterogamity എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം വിവരിക്കുക. In male heterogamity, male produces 2 types of different gametes or 2 types of sex chromosomes or 2 types of gametes. Any relevant response. Example, XY is male in man and Drosophila. Here 2 types of chromosomes can be seen, X and Y. Another example for male heterogamity is in insects and grasshopper, XO is the male. That is, one sperm is with X chromosome and the other is without X chromosome. So that also male heterogamity. Whereas in female heterogamity, female produces 2 different types of gametes or 2 types of sex chromosomes or 2 types of gametes. Any relevant response we can give. Example, ZW is female in birds, fowl and fishes. Here female shows heterogamity. There are 2 types of chromosomes present in female ovum. For example, ZW type. That ovum contains Z chromosomes and ovum contains W type of chromosome. Question number 29. The diagram represents DNA replication process. A. Redraw the diagram rectifying if any mistakes. B. Name the 2 enzymes involved in DNA replication process. DNA തനി പകർപ്പെടുക്കൽ പ്രക്രിയയുടെ അതായത് DNA റെപ്ലിക്കേഷൻ്റെ ചിത്രീകരണം നൽകിയിരിക്കുന്നു. എ. തെറ്റുകളുണ്ടെങ്കിൽ അവ തിരുത്തി ചിത്രം പകർത്തി വരയ്ക്കുക. ബി. ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 എൻസൈമുകളുടെ പേരെഴുതുക. Let us see the answer for A question. തെറ്റുണ്ടെങ്കിൽ തിരുത്തി വരയ്ക്കണം ഡയഗ്രാം. ഇതിൽ 3-5- പൊളാരിറ്റി ഉള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ വരേണ്ടത് ലീഡിംഗ് സ്ട്രാൻഡാണ്. അത് 5-3- ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. എന്നാൽ മറ്റേ സ്ട്രാൻഡ് 5-3- ഡയറക്ഷനിൽ പൊളാരിറ്റി ഉള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഉണ്ടാകേണ്ടത് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡാണ്. ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡയഗ്രത്തിൽ തന്നിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്ത് വരയ്ക്കണം. മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ചിത്രത്തിൽ ലീഡിംഗ് സ്ട്രാൻഡും ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡും രണ്ടിലും 3-5- ഡയറക്ഷനിലാണ് ആരോ പോകുന്നത്. അത് തെറ്റാണ്. 5-3- ഡയറക്ഷൻ എന്ന് തിരുത്തി 2 സ്ട്രാൻഡിലും രേഖപ്പെടുത്തണം. നെക്സ്റ്റ് ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. നെയിം 2 enzymes involved in DNA replication process. Answer is DNA polymerase and DNA ligase. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. So total mark 2 + 1 3. Question number 30. Identify the parts of oviduct or fallopian tube from below description. അണ്ഡവാഹിനി കുഴലിൻ്റെ അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബോ അല്ലെങ്കിൽ ഓവിഡക്റ്റിൻ്റെ വിവിധ ഭാഗങ്ങളുടെ വിശദീകരണങ്ങളിൽ നിന്ന് അവയുടെ പേരെഴുതുക. A. Finger-like projections of oviduct that helps in collection of the ovum after ovulation.
അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം സ്വീകരിക്കാൻ സഹായിക്കുന്ന അണ്ഡവാഹിനിയിലെ വിരലുകൾ പോലുള്ള ഭാഗം. ബി. ദ പാർട്ട് ഓഫ് ഓവിഡക്റ്റ് വിത്ത് എ നാരോ ലൂമൺ ദാറ്റ് ജോയിൻസ് ദ യൂട്രസ്. അണ്ഡവാഹിയെ ഗർഭാശയവുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ അറയോടുകൂടിയ അണ്ഡവാഹിനിയുടെ ഭാഗം. സി. ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ് ദാറ്റ് ഈസ് ക്ലോസർ ടു ദ ഓവറി. അണ്ഡാശയത്തിന് സമീപം ചോർപ്പിൻ്റെ ആകൃതിയിലുള്ള അണ്ഡവാഹിനിയുടെ ഭാഗം. Now we can see the answers. A. Finger-like projections of oviduct that helps in collection of the ovum after ovulation is fimbriae. B. The part of oviduct with a narrow lumen that joins the uterus is isthmus. C. Funnel-shaped part of oviduct that is closer to the ovary is infundibulum. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് ടോട്ടൽ 3 സ്കോർ. Question number 31. Explain different types of intrauterine devices with their example. വിവിധ തരം ഇൻട്രായൂട്രൈൻ ഡിവൈസുകളെക്കുറിച്ച് ഉദാഹരണ സഹിതം വിശദമാക്കുക. There are 3 types of intrauterine devices. First one, non-medicated IUDs. Example, Lips loop. Second one, copper releasing IUDs. Example, copper T, copper 7, multi-load 375. Third one, hormone releasing IUDs. Example, Progesta Surge or LNG20. ഇതിലെ ഏതെങ്കിലും ഓരോ എക്സാമ്പിൾസ് എഴുതുക. യു വിൽ ഗെറ്റ് ടോട്ടൽ 3 മാർക്സ്. പഠനത്തിൻ്റെ ഏറ്റവും എളുപ്പമായ ഒരു രീതിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഉത്തരം എഴുതാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ സുനൂസ് ബയോസ് വീഡിയോ ചാനൽ. താങ്ക് യു.